ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പച്ച മാങ്ങ നമ്മൾ പ്രിസർവ് ചെയ്യാൻ പോവുകയാണ്. അത് 1-2 കൊല്ലമൊക്കെ കേട് കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ. അത് പുറത്തുള്ള, അതായത് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ മാങ്ങ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ മാങ്ങ പൊട്ടിക്കാൻ വന്നതാണ്. ഇങ്ങനെ പച്ചമാങ്ങ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ച് നമ്മൾ ഉപ്പിട്ട് ഉണക്കി കുറേ കാലം കേടുകൂടാതിരിക്കാം, സൂക്ഷിച്ച് വെക്കാം നമുക്ക്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇത് ഇവിടേക്ക് നിറച്ച് പച്ചമാങ്ങ നിൽക്കുന്നുണ്ട്. പഴുത്ത് കഴിഞ്ഞാൽ എന്തോ കേട് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് പച്ചമാങ്ങയായിട്ട് നമുക്ക് ഉണക്കി വെച്ചാൽ നമുക്ക് കുറേ കാലം ഇരിക്കുമല്ലോ. ഇവിടെ നല്ല ചൂടാണ്, നല്ല ഉഗ്രം ചൂട്. അപ്പോൾ ആ ചൂടിൽ എന്തായാലും വെയിലത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ മാങ്ങ പൊട്ടിക്കാൻ വന്നതാണ്. ഇവിടെയൊക്കെ നിറച്ചതേയും മാങ്ങ നിൽക്കുന്നുണ്ട്. കയ്യെത്താവുന്ന ദൂരത്തൊക്കെയാണ് മാങ്ങ നിൽക്കുന്നത്. അതൊക്കെ പൊട്ടിച്ച് നമുക്ക് എന്തായാലും പച്ചമാങ്ങ ഉണക്കി സൂക്ഷിച്ച് വയ്ക്കാം. കണ്ടില്ലേ, ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. തോട്ടി വെച്ചിട്ടാണ് പൊട്ടിക്കണത് അച്ഛൻ. കണ്ടില്ലേ, നിലം തൊടാണ്ട് ഈ അച്ഛൻ പൊട്ടിച്ച് തന്നേക്കാണ്. അപ്പോൾ ഇങ്ങനെ മാങ്ങ നല്ല ടേസ്റ്റാണിത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലൊരു കറുത്ത കുത്ത്. ഇതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ അത് അത്ര ഇങ്ങോട്ട് നമുക്ക് എല്ലാതും നമുക്ക് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പച്ചമാങ്ങ തന്നെ. ഇതിപ്പോൾ മൂത്തുണ്ടാവും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അധികം പുളിയില്ലാത്ത മാങ്ങ. അപ്പം നമുക്ക് കൂട്ടാൻ വയ്ക്കാനൊക്കെ, ഉണക്കമാങ്ങ കൂട്ടാൻ വയ്ക്കാനൊക്കെ നല്ലതാണ്. തോലൊക്കെ ചെത്തി ഞങ്ങൾ നുറുക്കുകയാണ്. ഞാൻ തോല് ചെത്തി കൊടുക്കുന്നുണ്ട്. അമ്മ കഷ്ണം നുറുക്കുന്നുണ്ട്. രാവിലെ തൊട്ട് ഇവിടെ കറണ്ടില്ല. ഇന്നലെ തൊട്ട് കറണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മുറ്റത്ത് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യണം. അകത്ത് വെളിച്ചം കുറവാണ്. നല്ല മൂത്ത മാങ്ങയാണ് ഇത്. ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയിട്ട് വെയിലത്തിട്ടാൽ 2-3 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. ഇല്ലമ്മേ? 2-3 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. നല്ല ടേസ്റ്റ്. അതുകൊണ്ട് കൂട്ടാനൊക്കെ വെക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അധികം പുളിയിലുണ്ടാവും. മൂത്ത മാങ്ങയാണ്. അപ്പോൾ നമ്മൾ മാങ്ങയില്ലാത്ത സീസണിലൊക്കെ നമുക്കിത് ഇങ്ങനെ വെച്ചാൽ ഇടയ്ക്ക് കൂട്ടാനിലിടാനോ ചമ്മന്തി അരയ്ക്കാനോ ഒക്കെ പറ്റും. അതിന് വേണ്ടി മാങ്ങയൊക്കെ ഇവിടെ കുറേ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് വെയിലുണ്ട്. പിന്നെ മാങ്ങയും പറഞ്ഞ മാതിരി പഴുത്താൽ ഇതിൽ പുഴുക്കേട് വരികയാണ്. അപ്പോൾ ഞാൻ പച്ചയ്ക്ക് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കാമെന്ന് വിരിച്ചിട്ടാണ്. ഞങ്ങൾ വെയിൽ നല്ലോണം ഉണ്ട്, അപ്പോൾ അത് ഉണക്കി വയ്ക്കാമെന്ന് വിരിച്ചിട്ട് ചെയ്യാണ്. ഇവിടെ അടുപ്പത്ത് കുറച്ച് പാത്രത്തിൽ വെള്ളവും അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ മാങ്ങ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഉപ്പിട്ടുണ്ട്. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മതി കഷ്ണം ഇടുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ നുറുക്കി വെച്ച എല്ലാ മാങ്ങയും അതിലേക്ക് ഇട്ടു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. എല്ലാ കഷ്ണത്തിലേക്ക് ഉപ്പൊക്കെ പിടിച്ചു. ഒന്ന് മറച്ചിട്ടു. ഇപ്പോൾ വേവിച്ച മാങ്ങ നമ്മളിത് ഇങ്ങനെ കൊട്ടയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ തട്ടത്തിലേക്ക് പരത്തി വെയിലത്തിട്ട് ഉണക്കാൻ വെക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിങ്ങനെ വെയിലത്ത് വെച്ച് നന്നായിട്ട് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഉണങ്ങി കിട്ടും. ആദ്യം മാങ്ങ ഉണക്കിയതാണത്. ഇതേപോലെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇതൊക്കെ ഇട്ടിട്ടാണ് ഈ മാങ്ങ ഉണക്കിയത്. അതേപോലെ ഇതും അതെ, മഞ്ഞൾ, ഉപ്പ്. അപ്പം എന്താ വെച്ചാൽ നമുക്കിത് എത്ര ദിവസം എടുത്താലും പുഴു ഇങ്ങനെ ഇതൊന്നും കുത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഉറക്കൂറ്റി കൂടില്ല, ഇത് പൊടി വരും. വെറുതെ ഉണക്കി വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് ഒരു ലക്ഷം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് ഒന്ന് പതുക്കെ വേവിച്ചിട്ട് ഉണക്കണം. ഇനി ഇത് കുത്തില്ല. എത്ര ദിവസം ഇരുന്നാലും നമ്മൾ പുറത്ത് വെച്ചാലും ഇതിൽ ഒരു പുഴുക്കളും കുത്തില്ല. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എൻ്റെ പേരക്കുട്ടികൾക്കും ഇവർക്ക് ഡൽഹിക്ക് ഒക്കെ കൊടുത്തേക്കാനാണ്. അവർക്കൊന്നും അവിടെ പച്ചമാങ്ങ കിട്ടാൻ ഏത് കാലത്തും കിട്ടില്ലല്ലോ. അപ്പോൾ അവരിത് സൂക്ഷിച്ചിട്ട് കൂട്ടാൻ വയ്ക്കാനും ഒക്കെ ചമ്മന്തി അരയ്ക്കാനും ഒക്കെ ഉപയോഗിക്കും. ഫോറിനിലുള്ള കുട്ടിക്ക് ഒട്ടും കിട്ടില്ല മാങ്ങ. അവൾ എപ്പോഴും പറയും പച്ചമാങ്ങ ഉണക്കി കൊടുത്തേക്കുമെന്ന്. ഇതിപ്പോൾ മൂത്ത മാങ്ങ വേണ്ട കുമ്പളങ്ങയും വെള്ളരിക്കൊക്കെ കൂട്ടാൻ വെക്കുമ്പോൾ അതിലിട്ടിട്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കൂട്ടാൻ. അപ്പോൾ അവർക്കതൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അവരെപ്പോഴും പറയും അവർക്ക് പഴുത്ത മാങ്ങയെക്കാട്ടിലും കൂടുതൽ പച്ചമാങ്ങ ഉണക്കിയതാണ് ആവശ്യം. അതിനാണ് ഞാൻ ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. എത്ര മാങ്ങ കിട്ടിയാലും ഞാൻ വെറുതെ വേസ്റ്റായിട്ട് കളയില്ല. ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചെടുത്ത് വയ്ക്കും. ഏത് കാലത്തും ഉണ്ടാവും ഇവിടെ മാങ്ങ ഉണക്കിയത്. അങ്ങനെ നമ്മുടെ മാങ്ങാ കഷ്ണം അതേ 3-4 ദിവസത്തിൽ ഉണങ്ങി ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഉണക്കമായി ഇത്. ഇനി നമുക്കത് കുപ്പിയിലൊക്കെ ആക്കി തണുത്ത് കഴിഞ്ഞാൽ, ചൂടാറിക്കഴിഞ്ഞാൽ കുപ്പിയിലാക്കി വയ്ക്കാം. ഇതാണ് ഞങ്ങളുടെ ഉണക്കമാങ്ങയുടെ വിശേഷങ്ങൾ. വെയിലൊക്കെ പോകുമ്പോഴേക്കും എല്ലാവരും കുറച്ചെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് പരീക്ഷിച്ച് നോക്കുക. നന്ദി, നമസ്കാരം.